യെസ് രവിശങ്ക, ഇനി താങ്കൾക്ക് പറയാം. ഉല്ലാസ് ബാബു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ദേവസ്വം ബോർഡിന് കൈ കഴുകാൻ ആവില്ല. കുറേ നേരം കൊണ്ട് അങ്ങ് മനസ്സിലായി. കുറേ നേരം കൊണ്ട് ഞാൻ ലൈനിൽ ഉണ്ടായിരുന്നില്ല, കട്ടായി പോയിരുന്നേ. അപ്പോൾ എനിക്ക് ചില ആളുകൾ പറഞ്ഞ എന്താണെന്ന് കേട്ടില്ല. ഇപ്പോഴാണ് വീണ്ടും കണക്ട് ചെയ്തത്. എങ്കിലും ഞാൻ കേട്ട കാര്യങ്ങളിൽ പറയുമ്പോൾ ശബരിമലയിലെ അവസാന വാക്ക് ദേവസ്വം ബോർഡാണ് എന്ന് കാണുന്നത്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൻ്റെ അവസാന വാക്ക് ദേവസ്വം ബോർഡാണെന്ന് കാണുന്നത് ശരിയാണോ? ക്ഷേത്രത്തിലെ അവസാന വാക്ക് തന്ത്രിയുടേതാണ്. അവിടെ നിന്നും ചെമ്പുപാളി ആയാലും സ്വർണ്ണപ്പാളി ആയാലും എടുത്തുകൊണ്ട് പോകണമെങ്കിൽ അതിൻ്റെ അവസാന അനുമതി കൊടുക്കേണ്ട ആൾ അദ്ദേഹമാണ്. അദ്ദേഹം അനുമതി കൊടുക്കാതെ ശബരിമലയിൽ നിന്നും പുറത്തോട്ടൊരു സാധനം കൊണ്ടുപോകാൻ കഴിയില്ല. ഇവിടെ വളരെ ഗൗരവപൂർവ്വം കാണേണ്ട കാര്യം, ഞാനിവർ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ പിന്നീട് മറുപടി പറയാം. അവിടെ വാജി വാഹനം എന്ന ഒരു മഹത്തായ ഒരു സംഭവമുണ്ട്. നമ്മുടെ ഈ കൊടിമരത്തിൻ്റെ മുകളിൽ അയ്യപ്പൻ്റെ വാഹനമായ കുതിരയെ വെള്ളിയിൽ പൊതിഞ്ഞ് സ്വർണ്ണത്താൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു മഹത് വിഗ്രഹം. ഈ എന്താ നമ്മുടെ ഈ കൊടിമരത്തിന് മുകളിലുള്ളത്. അതെ, അല്ല കൊടിമരം, ഞാനത് പറഞ്ഞോട്ടെ. കൊടിമരം എനിക്ക് ഇടയ്ക്ക് കയറല്ലേ. കൊടിമരം മാറ്റുമ്പോൾ നിലവിലുള്ള കൊടിമരത്തിനെ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി ഇല്ലാതാക്കണമെന്നാണ് മതവിശ്വാസം പറയുന്നത്. അവിടെ തടി കൊണ്ടാണെങ്കിൽ അതിനെ ദഹിപ്പിക്കണം, എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും കൂടി ദഹിപ്പിക്കണം. കല്ലാണെങ്കിൽ ആഴമുള്ള കയങ്ങളിൽ കൊണ്ടിടണം, അതല്ല സ്വർണമാണെങ്കിൽ ഉരുക്കണം. ഇവിടെ ആ വാജിവാഹനം എന്ന മഹത്തായ വസ്തു തന്ത്രി എടുത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. തന്ത്രി തന്നെ പറഞ്ഞ, ഞാൻ പറഞ്ഞതല്ല. തന്ത്രി അത് എന്തിയെ എന്ന് തിരിച്ച് കൈവശം വയ്ക്കാൻ പറ്റില്ല. ക്ഷേത്ര വസ്തുക്കളിൽ തന്ത്രിക്ക് കൈവശം വയ്ക്കാനുള്ള അവകാശമില്ല. കുറച്ചുകൂടി പഠിക്കണം. ക്ഷേത്രത്തിന്റെ മുതലിന് തന്ത്രിക്ക് അവകാശമില്ല. ഇതുമായി ബന്ധപ്പെട്ടു മധു മണിമല ഒന്ന് പറഞ്ഞോട്ടെ. ഇതുമായി ബന്ധപ്പെട്ടു മധു മണിമല എന്നൊരാൾ പരാതി നൽകിയിട്ടുണ്ട്. തന്ത്രി എടുത്തുകൊണ്ട് പോയത്, അതായത് നശിപ്പിക്കപ്പെടേണ്ട കാര്യമാണ്. അതായത് ആ സ്വർണ്ണക്കൊടിമരത്തിൻ്റെ മുകളിൽ സ്വർണ്ണക്കൊടിമരം മാറ്റുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇല്ലാതാക്കിയതിന് ശേഷമേ പുതിയ കൊടിമരം ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നാണ് ആചാരാനുഷ്ഠാനങ്ങൾ പറയുന്നത്. അതാണ് ഹൈദരാബാദിലെ ഒരു വ്യവസായിക്ക് അദ്ദേഹം കൊടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ തന്ത്രി കുറ്റവാളിയല്ലേ? ക്ഷേത്രത്തിൽ തന്ത്രി അറസ്റ്റ് ഇവിടെ തന്ത്രിയും മന്ത്രിയൊന്നുമല്ല, അയ്യപ്പനാണ് പ്രധാനം, അയ്യപ്പനാണ് മുഖ്യം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി തിരിച്ചിറങ്ങി വന്നപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് പുറകിലുള്ള ആളുകളെയൊക്കെ പുറകെ വരാൻ പോവാണ്. അതെ, പുറകെ വരാൻ പോകുന്ന ആളുകൾ ആരാന്നാലും പറഞ്ഞോ? പുറകെ വരാൻ പോകുന്ന ആളാരാന്നാലും പറഞ്ഞോ? ഇല്ലല്ലോ. വരട്ടെ. അതിന് നിങ്ങൾ പറഞ്ഞ പത്മകുമാർ ആയാലും വാസു ആയാലും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാലും മെമ്പർമാരായാലും പിടിക്കപ്പെടട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. മന്ത്രി ആയാലും തന്ത്രി ആയാലും ആരായാലും പിടിക്കപ്പെടട്ടെ, ഞങ്ങൾക്കൊരു ഭയമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോ യാതൊരു ഭയവും ഈ കാര്യത്തിലില്ല. ഞങ്ങൾക്ക് കൃത്യമായ വിശ്വാസമുണ്ട്. ഞങ്ങളല്ല ഇതൊന്നും അവിടെ സ്വർണം മോഷ്ടിച്ചത് എന്നുള്ളത്. മോഷ്ടിക്കപ്പെട്ടവരൊക്കെ പിടിക്കപ്പെടും. അത് ആരായാലും, അത് CPM കാരനായാലും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കാതെ ഞങ്ങൾക്ക് ഇതൊന്നും അറിയാം. നിങ്ങളുടെ ആളുകളല്ലേ ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നത്? ഈ പത്മകുമാറും വാസുവും ഒക്കെ CPM കാരല്ലേ? നിങ്ങൾ പിന്നെ എങ്ങനെയാ പിന്നെ അതിൽ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്? അവിശ്വാസികളും നിരീശ്വരവാദികളുമായിട്ടുള്ള പക്ക കമ്മ്യൂണിസ്റ്റുകാരല്ലേ ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നത്? രവിശങ്കർ, പിന്നല്ലാതെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നവരാരാ? പിന്നെ നമ്പ്യാർ സാർ, ഈശ്വര വിശ്വാസത്തിന്റെ സർട്ടിഫിക്കറ്റ് എവിടുന്നാ തരുന്നത്? അതെനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങളല്ലേ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനല്ലല്ലോ. ഈശ്വര വിശ്വാസിയാണോ? ആര് പറഞ്ഞു? പിന്നല്ലാതെ ഞാൻ പറഞ്ഞോ? ഇല്ലല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് മുമ്പ് 3 ആളുകൾ സംസാരിച്ചു. ഒരു BJPയുടെ പ്രവൃത്തി ബഹുമാനായ ഒരു വ്യക്തി സംസാരിച്ചു. ഒരു ക്ഷേത്രം മറ്റൊരു പേരെനിക്കറിയില്ല, അദ്ദേഹം സംസാരിച്ചു. പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിച്ചു. നിങ്ങൾ ഇടപെട്ടില്ല. ഞാൻ സംസാരിക്കുമ്പോൾ എപ്പോഴും ഇടപെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇടപെടുന്നതിന് കാരണമുണ്ട്. നിങ്ങൾക്ക് അവര് പറയുന്നതെല്ലാം ന്യായം, ഞങ്ങൾ പറയുന്നതെല്ലാം തെറ്റ്. അല്ല, ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് ഞാൻ ഇടപെടുന്നത്. നിങ്ങൾ കൈയൊഴിയാണ്. ഇതില് ഇടതുപക്ഷ സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് നിങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു. അതായത് നിയമത്തിന് മുന്നിൽ കട്ടവരുണ്ടെങ്കിൽ കൊള്ളക്കാരുണ്ടെങ്കിൽ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാടെന്നൊക്കെ പറയുന്നു. ശ്രീ രവിശങ്കർ, ഞാൻ താങ്കളോട് ആവർത്തിച്ച് പറയണം, കട്ടവർ കൊള്ളക്കാര് CPM കാണുന്നേ.
അത് ദേവസ്വം ബോർഡിൽ ഇരുന്നത് അവരല്ലേ? ദേവസ്വം ബോർഡിൽ ഇരുന്ന് കട്ടുപിടിക്കുന്ന CPI-ക്കാരല്ലേ? അവിടെ ബി ജെ പിയുടെ യൂണിയനിൽപ്പെട്ട ആളുകൾ ഈ പ്രതിപട്ടികയിലുണ്ട്. കോൺഗ്രസിന്റെ യൂണിയനിൽപ്പെട്ട ആളുകൾ ഈ പ്രതിപട്ടികയിലുണ്ട്. നിങ്ങൾ മോഷ്ടിച്ചില്ല എന്ന് പറയുന്നത്. നിങ്ങൾ ജയശ്രീ ഏത് പാർട്ടിയാണ്? ജയശ്രീ ഏത് പാർട്ടിയാണ്? യൂണിയന്റെ നേതാവാണ്. നിങ്ങൾ അന്വേഷിക്കൂ. നിങ്ങൾ അന്വേഷിക്കണം. 8 പേരുടെ പേരാണ്. 8 പേർ നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ ഏത് യൂണിയനിലാണ് അവരൊക്കെ പ്രവർത്തിക്കുന്നതെന്ന്. അല്ല, ഈ പ്രതിപട്ടികയിലുള്ള എ പത്മകുമാർ ആരാണ്? എനിക്കറിയില്ല. പത്മകുമാർ ആരാണ്? എ പത്മകുമാർ CPM ആണ്. CPM ആണ്. ഞങ്ങൾ സമ്മതിക്കുന്നു. എ പത്മകുമാർ കുറ്റവാളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു ആരോപണം ഉണ്ടായാൽ കുറ്റവാളിയാകുമോ? അയാൾ ആ വിഷയം അന്വേഷിച്ച് അയാൾ കുറ്റവാളിയാണെങ്കിൽ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. ഏത് ദേവസ്വം ബോർഡ് മെമ്പർ, ഏത് ദേവസ്വം ബോർഡ് അധ്യക്ഷനായാലും ഏത് പാർട്ടി ആയാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിക്കട്ടെ. അവിടെ രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല. അതിനകത്തിൽ അത് രാഷ്ട്രീയത്തിന് അതീതമാണ്. അയ്യപ്പന്റെ മുതൽ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആരായാലും പിടിക്കപ്പെടട്ടെ. ഞങ്ങൾ അതിനകത്തൊന്നും ഭയചകിതരല്ല. ഞങ്ങൾക്ക് യാതൊരു ഭയവും കാര്യത്തില്ല. പക്ഷേ മുമ്പോട്ട് നോക്കട്ടെ, ഇന്ന ആൾ കള്ളനാണെന്ന് പറഞ്ഞാൽ അയാൾ കള്ളനാവൂല. മുമ്പോട്ട് ഒരാൾ കള്ളനാണെന്ന് മറ്റൊരിടത്തുനിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞാൽ കള്ളനാവില്ല. അയാൾ കള്ളനാണെന്ന് തെളിയിക്കണം. അയാൾ അവിടെ സ്വർണം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, അതിന്റെ പങ്ക് പറ്റിയിട്ടുണ്ട്. ആരോപണം മാത്രമാണെന്നേ തെളിയിക്കേ. നിങ്ങളുടെ കൈവശം ഇരിക്കുകയല്ലേ ED ഉണ്ട്, CBI ഉണ്ട്. ഒന്നും പറയട്ടെ, നിങ്ങളുടെ എനിക്ക് മുമ്പ് സംസാരിച്ച ഒരാൾ പറഞ്ഞു ക്ഷേത്ര വിശ്വാസികളുടെ ഭാഗത്തുണ്ടാവണം. എനിക്ക് പറയാനുള്ള സമയത്ത് ഇങ്ങനെ ഇടപെടരുത്. അത് ശരിയല്ല. എനിക്ക് മുമ്പ് സംസാരിച്ച ആൾ പറഞ്ഞു ക്ഷേത്രം വിശ്വാസികളുടെ കൈവശം കൊടുക്കണം, അതുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമേ ഭരിക്കാവൂ. എന്തേ കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കാഞ്ഞ്? ഇത്ര 10-12 കൊല്ലം കൊണ്ട് ഭരിക്കല്ലേ? ബഹുമാന്യനായ നരേന്ദ്രമോദിയല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി? വലിയ ഭൂരിപക്ഷം ഇല്ലേ? എന്താ അവിടെ ഒരു നിയമം പാസ്സാക്കാഞ്ഞ്? ക്ഷേത്രം ഭരിക്കേണ്ടതെല്ലാം ഇനി ദൈവവിശ്വാസികളാവണം. അല്ല, ഈ ദേവസ്വം അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. ദേവസ്വം ഒറ്റ കാര്യം കൂടെ കേട്ടിട്ട് അങ്ങനെ പറയാതെ ഞാനൊന്ന് പറയട്ടെ. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടോ മെമ്പർമാരായിട്ടോ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ആളുകൾ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്താണ് അധികാരമേൽക്കുന്നത്. ആ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ആളുകൾ ദൈവവിശ്വാസികളാണെന്നാണ് പറയുന്നത്. ആരും ദൃഢപ്രതിജ്ഞ എടുത്തിട്ടില്ല. പിന്നെ അവരെ എങ്ങനെ അവിശ്വാസികളായി നിങ്ങൾ കാണുന്നു? അപ്പൊ നിങ്ങൾ മനഃപൂർവ്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് വരുമ്പോൾ അവർ നിയോഗിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മെമ്പർമാരും എല്ലാം അവിശ്വാസികളാണെന്ന് വരുത്തി തീർക്കാണ്. നിങ്ങൾ മാത്രമാണ് വിശ്വാസികൾ. നിങ്ങൾക്ക് എന്താ ഹിന്ദുമതത്തിന്റെ കുത്തകയാ? ഹിന്ദുമതത്തിലെ കുത്തക ബാക്കി ആരും ഹിന്ദുക്കളല്ലേ? ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ കുത്തക നിങ്ങളിൽ നിക്ഷിപ്തമാണോ? നിങ്ങളെ പോലെ ഈ രാജ്യത്തെ ഏറ്റവും കൂടുതലുള്ള ഹിന്ദുക്കളാണല്ലോ. അപ്പൊ ആ ഹിന്ദുക്കളിൽ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ. അത് രാഷ്ട്രീയമാണ്, വിശ്വാസം വേറെയാണ്. രാഷ്ട്രീയത്തെയും വിശ്വാസത്തെയും വേറിട്ട് കാണണം. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ആ വിശ്വാസത്തിന്റെ പേരിൽ എന്തെങ്കിലും കൊള്ള നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരണം. ഇവിടെ പറഞ്ഞെന്താ, അയ്യപ്പ സംഗമം നടത്തുന്നതിന് ഒരാഴ്ച മുമ്പ് ഒരു പോറ്റി പറഞ്ഞിരിക്കുന്നു അവിടെ ഇരുന്ന പീഠം കണ്ടില്ല. അന്വേഷണം വന്നപ്പോൾ പീഠം കണ്ടെടുത്ത് എവിടെ വന്നാ? അയാളുടെ സഹോദരന്റെ വീട്ടിൽ നിന്ന്. ഈ നാടകത്തിന്റെ പുറകിൽ എന്താ? ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ അയ്യപ്പ സംഗമത്തിൽ അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ, നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ഇടതുപക്ഷ ഗവൺമെന്റാണ് അത് ചെയ്തതുകൊണ്ട് അവരത് ചെയ്യാൻ പാടില്ല. അതിന് മുമ്പ് ഒരു പുഴുക്കലും ഇല്ല. നമ്പ്യാർ സാർ, നിങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു. ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കാൻ സാധ്യതയുണ്ട്. ആ സാധ്യതയെ നിങ്ങൾക്ക് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും നിങ്ങൾ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾക്കൊരു ഭയവുമില്ല. ഇവിടെ ഞങ്ങള് ഒരു അമ്പലങ്ങളിൽ നിന്നും പണം മോഷ്ടിച്ചിട്ടില്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം, വളരെ കൃത്യമായി അറിയാം. എവിടെയെങ്കിലും നിങ്ങൾ തെളിയിക്കേ. ഇവിടെ എടുത്ത പറഞ്ഞു, എന്താ ഒരു ബഹുമാനൻ പറഞ്ഞു ഏറ്റുമാനൂർ അമ്പലത്തിൽ സ്വർണ്ണം എടുത്തോണ്ട് പോയി, വേറെ ഏതോ അമ്പലത്തിൽ സ്വർണ്ണം എടുത്തോണ്ട് പോയി. എന്തൊക്കെയായി പറയുന്നത്? എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളാണ് ദേവസ്വം ബോർഡ് ശ്രീ രവിശങ്കർ. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങളൊക്കെ പറയുന്നത് ക്ഷേത്രങ്ങളുടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ.
ഈ പറയപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പിണറായി വിജയന്റെയും കടകംപള്ളി സുരേന്ദ്രന്റെയും കൂടെ മാത്രം നിന്നാണോ ഫോട്ടോ എടുത്തിരിക്കുന്നത്? വേറെ ആരുടെ കൂടെയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്? കാണിച്ചു തന്നെ. ഉണ്ടായിരുന്നു. ഇന്നലെ പല ചാനലിലും ഞാൻ കണ്ടല്ലോ. പല ചാനലിലും പ്രയാർ ഗോപാലകൃഷ്ണൻ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടില്ലേ? പ്രയാർ ഗോപാലകൃഷ്ണൻ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടില്ലേ? അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ? അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? അപ്പൊ ഈ ഫോട്ടോ എടുത്തവരെല്ലാം അതിന് ഉത്തരവാദിയാണ്. അയാൾ കാണിച്ച കള്ളത്തരത്തിനെല്ലാം ഫോട്ടോ എടുത്തവരെല്ലാം പ്രതികളാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ആ ഫോട്ടോയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ആ ഫോട്ടോയിലുള്ളവരുടെ അടുപ്പം വളരെ പ്രകടമാണ്, അടുപ്പം സുവിദിതമാണ്. ശ്രീ രവിശങ്കർ നോക്കൂ, ബംഗളൂരു എയർപോർട്ടിൽ ഇരുന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ കടകംപള്ളി സുരേന്ദ്രനും അടുത്തിരുന്ന് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വഴിയെ പോകുന്ന രണ്ടുപേർ അപ്പൊ കണ്ടപ്പോ സംസാരിച്ചതല്ല. ആ സംസാരത്തിന് പിന്നിൽ മറ്റ് പല താല്പര്യങ്ങളും ഉണ്ട്. ഒരു സംശയം, ഒറ്റ കാര്യം അങ്ങ് കട്ട് ചെയ്യരുത്. ഒറ്റ കാര്യം, ഞാനും അങ്ങും തമ്മിൽ പരിചയമുണ്ട്. നമ്മൾ തമ്മിൽ എറണാകുളത്ത് വെച്ച് കണ്ടാൽ ഒന്ന് നിന്ന് സംസാരിച്ചാൽ അത് ഞാനും അങ്ങും തമ്മിലുള്ള മോശപ്പെട്ട ബന്ധത്തിന്റെ ഒരിക്കലുമല്ല. പക്ഷെ അതിനപ്പുറത്തേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരു ഫ്രെയിമിൽ വരുന്നു, കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരു ഫ്രെയിമിൽ വരുന്നു. അത് അനിൽ നമ്പ്യാരും രവിശങ്കറും ഒരു ഫ്രെയിമിൽ വരുന്നത് പോലെയല്ല. അത് മനസ്സിലാക്കാനുള്ള ഒരു വിവേകമെങ്കിലും താങ്കൾ കാണിക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്.